സോ ഒരു ഇമ്പോർട്ടൻറ്റ് ഫോർമുലയാണ് നമ്മൾ AM പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് AM മോഡുലേഷൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് ഫോർമുലയാണ്. അത് ജസ്റ്റ് നിങ്ങളിതൊന്ന് നോട്ട് ചെയ്ത് വെച്ച്. ഈ ഫോർമുലാസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത് പ്രോബ്ലംസ്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. നോട്ട് ചെയ്തതിന് ശേഷം ചെയ്തെങ്കിൽ ജസ്റ്റ് ഒന്ന് മൈക്ക് ഓൺ ചെയ്ത് പറയാം. ഓക്കെ ആണെങ്കിൽ ഓക്കെ. അധിക ടൈം എടുക്കണ്ട, പറ്റുന്നില്ലേ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ഫസ്റ്റ് ഫോർമുല എന്ന് പറയുന്നത് നമ്മൾ ഒമേഗ സി എന്ന് പറഞ്ഞാൽ 2πfc എന്നുള്ളതാണ്. അതേപോലെ ദിസ് EC ഓഫ് ടി, EM ഓഫ് ടി എന്ന് പറഞ്ഞാൽ നമ്മളെ മെസ്സേജ് സിഗ്നൽ ഡെനോട്ട് ചെയ്യുന്നതാണ് ദിസ് M ഓഫ് ടി എന്ന് പറയുന്നത്. M ഓഫ് ടി എന്നുള്ളത് നമുക്ക് EM cos ഒമേഗ MT എന്ന് പറഞ്ഞിട്ട് എഴുതാം അല്ലേ. അല്ലെങ്കിൽ M ഓഫ് ടി എന്ന് പറയുന്നത് നമ്മൾ AM cos ഒമേഗ MT. ഇത് നമ്മൾ കാരിയർ സിഗ്നൽ, ദാറ്റ് ഇസ് EC cos ഒമേഗ CT. പിന്നെ ഈ മോഡുലേഷൻ ഇൻഡെക്സ് ആണ് M എന്ന് പറയുന്നത്. അത് നമ്മൾ AMൻ്റെ കേസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് മെസ്സേജ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഡിവൈഡഡ് ബൈ കാരിയർ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ആണ്. അതായത് ഈ EMഉം ECൻ്റെയും റേഷ്യോ ആണ് ഈ മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത്. പിന്നെ Emax, ആംപ്ലിറ്റ്യൂഡ് മാക്സിമം എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മൾ മോഡുലേറ്റഡ് സിഗ്നലിൻ്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എന്തായിരിക്കും? കാരിയർ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് പ്ലസ് മെസ്സേജ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ്. മിനിമം എന്തായിരിക്കും? കാരിയർ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് മൈനസ് മോഡുലേറ്റിംഗ് സിഗ്നലിൻ്റെ മെസ്സേജ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ്. ഇനി എമ്മിന് നമുക്ക് എന്തായിട്ട് എഴുതാം? ഈ മോഡുലേഷൻ ഇൻഡെക്സിന് Emax മൈനസ് E മിനിമം ഡിവൈഡഡ് ബൈ Emax പ്ലസ് E മിനിമം എന്ന് കൂടി എഴുതാം. പിന്നെ ബാൻഡ് വിഡ്ത്ത് എത്രയാണ്? FM-ൻ്റെ കേസിൽ 2FM ആണ് ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഇനി കാരിയറിൻ്റെ പവർ, ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ സൈഡ് ബാൻഡ്സിൻ്റെ പവർ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ കാരിയറിൻ്റെ പവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ കാരിയറിൻ്റെ പവർ നമുക്ക് എന്തായിട്ട് എഴുതാം? AC സ്ക്വയർ എന്ന് നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളത് ACൻ്റെ ടേംസിലാണ്. അതായത് ഇപ്പോൾ M ഓഫ് ടീന് AM cos ഒമേഗ MT എന്നും കാരിയർ സിഗ്നലിന് AC cos ഒമേഗ CT എന്നാണ് പഠിച്ചിട്ടുണ്ടായത്. ആ AMൻ്റെ പകരം ഇവിടെ EM വന്നു, ACൻ്റെ പകരം ഇവിടെ EC ഡിനോട്ട് ചെയ്തതേ ഉള്ളൂ. നമുക്ക് ആംപ്ലിറ്റ്യൂഡിന് എന്തുമായിട്ട് ഡിനോട്ട് ചെയ്യാം, ഏത് ലെറ്റർ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യാം. പക്ഷെ നമ്മൾ സ്പെസിഫൈ ചെയ്യണം. AM എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് ഓഫ് മോഡുലേറ്റിംഗ് സിഗ്നൽ, അല്ലെങ്കിൽ EM എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് ഓഫ് മോഡുലേറ്റിംഗ് സിഗ്നൽ. സോ ഇവിടെ ഇവരെടുത്തിരിക്കുന്ന ഈ ഫോർമുല പ്രകാരം EM ആണ് അവർ ആംപ്ലിറ്റ്യൂഡായിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. സോ കാരിയറിൻ്റെ പവർ എത്രയായിരിക്കും? അതിൻ്റെ ആംപ്ലിറ്റ്യൂഡിൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. ആംപ്ലിറ്റ്യൂഡിൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2R ആണ് കാരിയറിൻ്റെ. ആറിന് നമ്മൾ എപ്പോഴും അപ്രോക്സിമേറ്റ്ലി വാല്യൂ എടുക്കുന്നത് 1 ohm ആയിട്ടാണ്. കാരിയറിൻ്റെ പവർ എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡിൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2R ആണ്. സോ ആംപ്ലിറ്റ്യൂഡിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് EC സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ആണ്. സോ ആറിൻ്റെ വാല്യൂ നമ്മൾ 1 ആയിട്ട് എടുക്കുന്നത്. സോ EC സ്ക്വയർ ബൈ 2 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടി. പവർ ടോട്ടൽ ഇക്വേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതായത് അതിൻ്റെ ഫൈനൽ ഇക്വേഷൻ വരുന്നത് 1 പ്ലസ് മോഡുലേഷൻ ഇൻഡെക്സിൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു PC. PLSB PUSBൻ്റെ ഇക്വേഷനാണ് ഈ കാണിച്ചത്. അതായത് M²/4 PC ആണ് പവർ സൈഡ് ബാൻഡ്സിൻ്റെ പവർ. ഇൻ ട്രാൻസ്മിഷൻ എഫിഷ്യൻസി ഇതൊക്കെ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുള്ളതാണ് മുന്നേ. M² ഡിവൈഡഡ് ബൈ 2 പ്ലസ് M² ആണ് ട്രാൻസ്മിഷൻ എഫിഷ്യൻസി. സോ ഇത്രയും നോട്ട് ചെയ്തോ? ഇത്രയും നോട്ട് ചെയ്ത് കഴിഞ്ഞോ? മെസ്സേജ് ഓക്കെ. നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. ഫസ്റ്റ് പ്രോബ്ലം ആണ്. ഫോർ an AM wave, amplitude modulating wave, amplitude of the modulating signal is 0.5 volt and carrier amplitude is 1 volt. Find the modulation index. സോ ഇതിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഒന്നുമില്ല. മോഡുലേഷൻ ഇൻഡെക്സ് M ഫൈൻഡ് ചെയ്യാനാണ് നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. M എത്രയാണെന്ന് ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല. സോ AMൻ്റെ കേസ് നമുക്കറിയാം, ഇവിടെ M എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. മോഡുലേഷൻ ഇൻഡെക്സ് അഥവാ M ആണ് കാണാൻ പറ്റില്ല. സോ M എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ? മെസ്സേജ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ്, അതായത് ഇപ്പം ഇവിടെ എടുക്കുകയാണെങ്കിൽ EM ഡിവൈഡഡ് ബൈ കാരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡ്.
അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ എം എസിൻ്റെ ടേംസിൽ എടുക്കുന്നുണ്ടെങ്കിൽ മെസ്സേജ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഡിവൈഡ് കാരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡ്. സോ ഇവിടെ മെസ്സേജ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്? ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആരെങ്കിലും പറഞ്ഞേ, മെസ്സേജ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എത്രയാ? ഒന്ന് പറഞ്ഞേ. 0.5 volt. ഓക്കെ, മെസ്സേജ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 0.5 വോൾട്ട്, കാരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 1 വോൾട്ട്. അപ്പോൾ നമ്മളെ മോഡുലേഷൻ ഇൻഡെക്സ് എത്രയാ? m = 1 വോൾട്ട് എന്ന് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തു. ഇത് സിമ്പിൾ അല്ലേ? ഇവിടെ പറഞ്ഞിട്ടുണ്ട് ആംപ്ലിറ്റ്യൂഡ് ഓഫ് മോഡുലേറ്റിംഗ് സിഗ്നൽ അല്ലെങ്കിൽ മെസ്സേജ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 0.5 വോൾട്ട് ആണ്, കാരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 1 വോൾട്ട് ആണ്. അപ്പോൾ മോഡുലേഷൻ ഇൻഡെക്സ് എത്ര എന്നുള്ളതാണ് ഈ ക്വസ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മോഡുലേഷൻ ഇൻഡെക്സ് നമുക്കറിയാം EM/EC ആണ്, അല്ലെങ്കിൽ AM/AC ആണ്. അതായത് മെസ്സേജ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഡിവൈഡഡ് ബൈ കാരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡ്. അതുകൊണ്ട് നമുക്ക് മോഡുലേഷൻ ഇൻഡെക്സ് 1 വോൾട്ട് ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്തു. സോ നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് ഇനി പോവാം. AM ട്രാൻസ്മിറ്റർ റേഡിയേറ്റ്സ് ടു നേരത്തെ ക്വസ്റ്റ്യനിൽ 0.5 അല്ല വരുക? സോറി 0.5 ആണ്. സോറി 0.5 വോൾട്ട്. എമ്മിൻ്റെ വാല്യൂ 0.5 വോൾട്ട്. എല്ലാവരും ഒന്ന് മാറ്റിക്കേ. എമ്മിൻ്റെ വാല്യൂ 0.5 വോൾട്ട്. ഇനി നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. AM carrier, here the AM transmitter radiates 20 kilowatt. അപ്പം AM carrier, AM വേവ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന 20 kW എന്നറിയാം, നമുക്കറിയാം. അപ്പം എന്താ, അത് പവറാണ് തന്നിട്ടുള്ളത്. പവർ തന്നിട്ടുണ്ട്, പവർ ടോട്ടൽ ട്രാൻസ്മിറ്റഡ് പവറാണ്. ട്രാൻസ്മിറ്റർ റേഡിയേറ്റ് ചെയ്യുന്ന പവർ എന്ന് പറയുമ്പോൾ 20 kW ആണ്. ദാറ്റ് ഇസ് PT എന്ന് പറയുന്നത് ഇവിടെ ടോട്ടൽ ട്രാൻസ്മിറ്റഡ് പവർ തന്നിരിക്കുന്നത് 20 kW ആണ്. And if the modulation index is m = 0.7 എന്ന് തന്നിട്ടുണ്ട്, m 0.7 ആണ് തന്നിട്ടുണ്ട്. അതായത് PT 20 kW m എന്ന് പറഞ്ഞാൽ 0.7 ആണ്. സോ ഹിയർ ഇറ്റ് ഇസ് വി ഹാവ് ടു ഫൈൻഡ് ദ കാരിയർ പവർ. കാരിയർ പവർ ആണ് നമുക്കിവിടെ കാണേണ്ടത്. കാരിയർ പവർ PC ആണ് നമുക്കിവിടെ കാണേണ്ടത്. സോ നമ്മൾ ഏത് ഇക്വേഷനാണ് യൂസ് ചെയ്യുക? ഈ പറഞ്ഞിരിക്കുന്ന ഇത്രയും ഇക്വേഷൻസിനകത്ത് ഏത് ഇക്വേഷൻ യൂസ് ചെയ്താൽ നമുക്ക് കാരിയർ പവർ കിട്ടുന്നത്? P ടോട്ടലും കാരിയർ പവറും തമ്മിലുള്ള റിലേഷനുള്ള ഇക്വേഷനാണ് ഈ കാണിച്ചിരിക്കുന്ന ഇക്വേഷൻ. ഇത് P ടോട്ടൽ, ഈ കാണിച്ചിരിക്കുന്നത് P ടോട്ടൽ = 1 + m²/2 × PC. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് P ടോട്ടൽ എന്ന് പറയുന്നത് പവർ ട്രാൻസ്മിറ്റഡ്, ടോട്ടൽ പവർ ട്രാൻസ്മിറ്റഡ് = 1 + m²/2 × PC. ഇതിൽ P ടോട്ടൽ നമുക്ക് അറിയാം. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ഈ ഇക്വേഷന് ഇൻ ടേംസ് ഓഫ് PC എഴുതുവാണെങ്കിൽ PC = P ടോട്ടൽ ഡിവൈഡഡ് ബൈ 1 + m²/2 നമുക്ക് എഴുതിക്കൂടെ? സോ ഇതിനകത്ത് P ടോട്ടലിൻ്റെ വാല്യൂ എത്രയാണ്? ഇതിൽ പവർ ട്രാൻസ്മിറ്റഡ് വാല്യൂ 20 kW ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ 20 × 10⁻³ എഴുതാം. അതേപോലെ തന്നെ 1 + മോഡുലേഷൻ ഇൻഡെക്സിൻ്റെ വാല്യൂ എത്രയാണ്? 0.7 ആണ്. അപ്പോൾ 0.7² ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതാം. സോ പവർ കാരിയർ എത്രയായിരിക്കും? പവർ കാരിയർ എത്ര കിട്ടുന്നത്? കാരിയർ പവർ എത്ര കിട്ടുന്നത്? അത് ജസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് വരിക. കാരിയർ പവർ എത്ര കിട്ടുന്നതെന്ന് അപ്രോക്സിമേറ്റ്ലി 16 kW ആണ് കിട്ടുക. അപ്രോക്സിമേറ്റ്ലി 16 kW ആണ് കിട്ടുന്നത്. സോ അതെത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ജസ്റ്റ് കാൽക്കുലേഷൻ മാത്രമേ ബാക്കിയുള്ളൂ. സോ കാരിയർ പവർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ്റെ അകത്ത് ദ ടോട്ടൽ പവർ കണ്ടന്റ് ഓഫ് AM സിഗ്നൽ ഈസ് 1000 watt. ടോട്ടൽ പവർ കണ്ടന്റ്, അതായത് P ടോട്ടലിനെ ഇവിടെയും തന്നിരിക്കുന്നത്. ഓരോ ക്വസ്റ്റ്യൻ ലൈൻ ബൈ ലൈൻ വായിച്ച് എന്തൊക്കെയാണ് തന്നെന്ന് ആദ്യം എഴുതി വെക്കുക. ഇറ്റ് ഈസ് ടോട്ടൽ പവർ കണ്ടന്റ് ഓഫ് എൻ AM സിഗ്നൽ ഈസ് 1000 watt. അപ്പോൾ P ടോട്ടൽ എന്ന് പറഞ്ഞാൽ 1000 watt ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്തു. ആൻഡ് ഡിറ്റർമൈൻ ദ പവർ ബീൻ ട്രാൻസ്മിറ്റഡ് അറ്റ് ദ കാരിയർ ഫ്രീക്വൻസി. ദാറ്റ് ഈസ് വി ഹാവ് ടു ഡിറ്റർമൈൻ ദ പവർ, ദാറ്റ് ഈസ് PC നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാം. കാരിയർ ഫ്രീക്വൻസിയിലെ പവർ ആൻഡ് അറ്റ് ഈച്ച് സൈഡ് ബാൻഡ്. അതേപോലെ തന്നെ
PLSBയും PUSBയും നമുക്ക് കാണണം. വി ഹാവ് ടു ഡിറ്റർമൈൻ ദ പവർ. അതായത് ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഡിറ്റർമൈൻ ദ പവർ ബീങ് ട്രാൻസ്മിറ്റഡ് അറ്റ് ദ കാരിയർ ഫ്രീക്വൻസിയിലും ആൻഡ് അറ്റ് ഈച്ച് സൈഡ് ബാൻഡ്സും വെൻ മോഡുലേഷൻ എന്ന് പറഞ്ഞത് പെർസെൻറ്റേജസ് 100%. മോഡുലേഷൻ ഇൻഡെക്സ് നമുക്കറിയാം 100% ആണ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. മോഡുലേഷൻ ഇൻഡെക്സ് 100% എപ്പോൾ കിട്ടുക? മോഡുലേഷൻ ഇൻഡെക്സ് 100% എപ്പോൾ കിട്ടുക? എമ്മിൻ്റെ വാല്യൂ എന്തായിരിക്കും 100% ഇടുന്ന സമയത്ത്? പറ, ഏതെങ്കിലും ഒരാൾ പറ. മോഡുലേഷൻ ഇൻഡെക്സ് ലെസ് ദാൻ 1 ആകുമ്പോൾ എന്താ സംഭവിക്കുക? ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ എന്താ സംഭവിക്കുക? M = 1 ആകുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ആരെങ്കിലും ഒരാൾ പറഞ്ഞേ, പേര് വിളിക്കണോ? %% മോഡുലേഷനിലെ വാല്യൂ M = 1 ആകുമ്പോഴാണ് 100% മോഡുലേഷൻ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തത്. M > 1 ആകുന്ന സമയത്താണ് ഓവർ മോഡുലേഷൻ. ഇത് പഠിച്ചിട്ടുണ്ടായിട്ടില്ലേ? ഗ്രാഫിൽ കാണിച്ചിട്ടുണ്ടായിട്ടില്ലേ? ഓവർ മോഡുലേഷൻ്റെ സമയത്ത് ഡിസ്റ്റോർഷൻ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായി. ഓവർ മോഡുലേഷൻ്റെ സമയത്ത് ഡിസ്റ്റോർഷൻ ഉണ്ടാവും. സോ M = 1 ആകുന്ന സമയത്താണ് 100%. സോ ക്വസ്റ്റ്യനിൽ ഇപ്പം എമ്മിൻ്റെ വാല്യൂ ഇപ്പോൾ M 100% ആണെന്ന് പറയാം. അതായത് മോഡുലേഷൻ ഇൻഡെക്സ് 100% ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കേണ്ട എമ്മിൻ്റെ വാല്യൂ 1 ആണ്. മോഡുലേഷൻ ഇൻഡെക്സ് 100% ആണെന്ന് പറയുമ്പോൾ നിങ്ങൾ എടുക്കേണ്ട എമ്മിൻ്റെ വാല്യൂ 1 ആണ്. മനസ്സിലായോ? മനസ്സിലായോ? മൈക്ക് ഓൺ ചെയ്തിട്ട് പറയണേ. നിങ്ങൾ മെസ്സേജ് ചെയ്യുന്നത് ഞാൻ കാണൂല, അതുകൊണ്ട് ചോദിക്കുന്നത്. മൈക്ക് ഓൺ ചെയ്തിട്ട് പറയണം. നിങ്ങൾ എന്താ മെസ്സേജ് ചെയ്യുന്നതെന്നും കൂടി ഞാൻ കാണുന്നില്ല, അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മൈക്ക് ഓൺ ചെയ്തിട്ട് പറയണം. സോ ഇവിടെ നമുക്ക് എമ്മിൻ്റെ വാല്യൂ 1 ആണെന്ന് കിട്ടിക്കഴിഞ്ഞു. സോ നമ്മളിവിടെ കാണേണ്ടത് PC കാണണം, അതേപോലെ തന്നെ PLSB കാണണം, PUSB കാണണം. സോ നമുക്ക് തന്നിട്ടുണ്ട് കാരിയറിൻ്റെ പവർ ഇങ്ങനെ നമുക്ക് കാണാൻ നേരത്തെ ഇക്വേഷൻ പോലെ തന്നെ PC = 1 P total, അതായത് P total ഡിവൈഡഡ് ബൈ 1 + m²/2 എന്ന് പറഞ്ഞിട്ട് എഴുതാം. നേരത്തെ കണ്ടുപിടിച്ച അതേപോലെ തന്നെ ആദ്യം PC കണ്ടുപിടിക്കുക. PCൻ്റെ വാല്യൂ ഇപ്പോൾ എത്ര? 1 ഇവിടെ വരും. ഇവിടെ 1 × 10⁻³ കാരണം P total അറിയാം 1000 വാട്ടാണ് തന്നിട്ടുള്ളത്. സോ ഡിവൈഡഡ് ബൈ 1 + മോഡുലേഷൻ ഇൻഡെക്സിൻ്റെ വാല്യൂ അറിയാം 1²/2, ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 666.6 വാട്ടോളം വരും. ഇതാണ് നമ്മുടെ PCൻ്റെ വാല്യൂ. PCൻ്റെ വാല്യൂ ഇത്. ഇനി PUSBയും PLSBയും, അതായത് സൈഡ് ബാൻഡ്സിൻ്റെ പവർ കാണേണ്ട ഇക്വേഷൻ എന്തായിരുന്നു എമ്മിൻ്റെ കേസിൽ? ഇവിടെ കണ്ട, ഈ സ്റ്റൈലിൽ കണ്ട, ഇതാണ് സൈഡ് ബാൻഡ്സിൻ്റെ പവർ കാണേണ്ട ഇക്വേഷൻ. ദാറ്റ് ഈസ് PLSB = PUSB എന്ന് പറഞ്ഞാൽ m²/4 × PC, അല്ലെങ്കിൽ m²PC/4 ആണ് ഇക്വേഷൻ. സോ PC നമുക്ക് ഇവിടെ ഇപ്പോൾ ഒബ്റ്റെയിൻ ചെയ്തു. സോ നമ്മൾ എന്ത് ചെയ്യും? PC ഒബ്റ്റെയിൻ ചെയ്തില്ലേ? അപ്പോൾ PUSB = PLSB എന്ന് പറയുന്നത് m²/4 × PC. എമ്മിൻ്റെ വാല്യൂ 1 ആണെന്നറിയാം, /4. ഇപ്പം കിട്ടിയ PCൻ്റെ വാല്യൂ 666.67 വാട്ടാന്ന് മനസ്സിലായി. അപ്പോൾ PUSBയും PLSB എത്രയാ? അത് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് വരിക കേട്ടോ. PUSBയും = PLSB എന്ന് പറഞ്ഞിട്ട് ഇത് സോൾവ് ചെയ്തിട്ട് വരിക. സോ ആദ്യം ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ ടോട്ടൽ പവർ, ട്രാൻസ്മിറ്റഡ് പവർ തന്നിട്ടുണ്ടെങ്കിൽ മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാരിയർ കണ്ടുപിടിക്കാം. കാരിയർ കണ്ടുപിടിച്ചാൽ സൈഡ് ബാൻഡ്സും കണ്ടുപിടിക്കാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, a 500 watt 100 kHz carrier is modulated to a depth of 60%. സോ നമുക്കിവിടെ തന്നിട്ടുണ്ട് 500 watt 100 Hz കാരിയറിനെ പറ്റിയിട്ടാണ് പറയുന്നത്. 500 watt എന്ന് പറയുമ്പോൾ 500 watt എന്ന് പറയുമ്പോൾ എന്താ? കാരിയറിൻ്റെ പവറാണ്. വാട്ട് എന്ന് പറയുന്നത് പവറാണ്, ഇതിൻ്റെ യൂണിറ്റ് ആണ് വാട്ട് എന്ന് പറയുന്നത്. സോ കാരിയറിൻ്റെ പവർ നമുക്ക് തന്നിട്ടുണ്ട് 500 വാട്ടാണ്.
ആൻഡ് അതിൻ്റെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 100 കിലോ ഹേർട്സ് ആണ്. അതിൻ്റെ മോഡുലേഷൻ ഇൻഡെക്സ് അല്ലെങ്കിൽ ഡെപ്ത് ഓഫ് മോഡുലേഷൻ പാർട്ടുണ്ട്, അത് എത്രയാണ്? 60% ആണ്. അതായത് എം എന്ന് പറഞ്ഞാൽ 60% ആണ്. ദാറ്റ് ഈസ് നമുക്കതിനെ 0.6 ആയിട്ട് എടുക്കാം, 0.6 ആയിട്ട് എടുക്കാം. സോ ഇനി നെക്സ്റ്റ് ഇറ്റ്സ് മോഡുലേറ്റഡ് ബൈ ഫ്രീക്വൻസി ഓഫ് 1 കിലോ ഹേർട്സ്. അപ്പോൾ എന്താ എഫ് എം തന്നിട്ടുണ്ട്, അതായത് മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ മോഡുലേറ്റിംഗ് സിഗ്നലിൻ്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 1 കിലോ ഹേർട്സ് എന്നാണ് തന്നിട്ടുണ്ട്. അപ്പം എഫ് എം ഇസ് ഈക്വൽ ടു 1 കിലോ ഹേർട്സ്. Now we have to calculate the total transmitted power. അപ്പോൾ നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പി ടി ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. ആൻഡ് വാട്ട് ആർ ദ സൈഡ് ബാൻഡ് കോമ്പോണൻസ് ഓഫ് എ എം സിഗ്നൽ? എ എം സിഗ്നലിലെ സൈഡ് ബാൻഡ് കോമ്പോണൻസും കൂടി കണ്ടുപിടിക്കണം. അതായത് എഫ് യു എസ് ബിയും എഫ് എൽ എസ് ബിയും കണ്ടുപിടിക്കണം. അപ്പം ടു ഫൈൻഡിൽ വരുന്നതാണ് ഇതൊക്കെ. അതായത് ടോട്ടൽ ട്രാൻസ്മിറ്റഡ് പവർ എത്ര, പിന്നെ ഇതിൻ്റെ ഫ്രീക്വൻസി കോമ്പോണൻറ്റ്, സൈഡ് ബാൻഡ് ഫ്രീക്വൻസി കോമ്പോണൻറ്റ് എഫ് യു എസ് ബിയും എഫ് എൽ എസ് ബിയും നമ്മളിവിടെ കണ്ടുപിടിക്കണം. സോ ടോട്ടൽ ട്രാൻസ്മിറ്റഡ് പവർ നമുക്ക് എളുപ്പമല്ല കണ്ടുപിടിക്കാൻ, കാരണം നമുക്ക് പി സി ഉണ്ട്, എമ്മിൻ്റെ വാല്യൂ ഉണ്ട്. അപ്പോൾ ടോട്ടൽ ട്രാൻസ്മിറ്റഡ് പവർ എത്രയാണ്? 1 + 0.6 ദ ഹോൾ സ്ക്വയർ m²/2 ഇൻറ്റു പി സി. പി സി എത്രയാണ്? 100. സോ പി ടോട്ടൽ വരുന്നത് അപ്രോക്സിമേറ്റ്ലി 590 വാട്ടാണ്. 590 വാട്ടാണ് നമ്മൾ ഈ ടോട്ടൽ ട്രാൻസ്മിറ്റഡ് പവർ. സോ നമ്മൾ ഈ ടോട്ടൽ ട്രാൻസ്മിറ്റഡ് പവർ കണ്ടുപിടിച്ചു. നെക്സ്റ്റ് ഈ എഫ് യു എസ് ബിയും എഫ് എൽ എസ് ബിയും കണ്ടുപിടിക്കണം. സോ ഇത് നമുക്കറിയുന്ന ഇക്വേഷൻ തന്നെയാണ്, ഇതിൽ കൊടുത്തിട്ടില്ല. ഓക്കെ, സോ എഫ് യു എസ് ബി എന്ന് പറഞ്ഞാൽ എന്താ? എഫ് യു എസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കാരിയറാണ് ഇങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മൾ അപ്പർ സൈഡ് ബാൻഡ്, നടുക്കുള്ളതാണ് നമ്മളെ കാരിയർ. ഒമേഗ സി ആണെങ്കിൽ ഇവിടെ എന്താ? ഒമേഗ സി പ്ലസ് ഒമേഗ എമ്മും, ഇവിടെ ലോവർ സൈഡ് ബാൻഡ് ഒമേഗ സി മൈനസ് ഒമേഗ എമ്മും. ഇതന്നെയാണ് എഫ് എം. ഇപ്പോൾ ഇത് എഫ് സി ആണെങ്കിൽ എഫ് സി പ്ലസ് എഫ് എം ആണ് നമ്മളെ യു എസ് ബി. ഇവിടെ എഫ് സി മൈനസ് എഫ് എം ആണ് നമ്മുടെ എൽ എസ് ബി. അപ്പം നമുക്ക് യു എസ് ബി കോമ്പോണൻറ്റും എൽ എസ് ബി കോമ്പോണൻറ്റും കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? എഫ് യു എസ് ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? അതായത് അപ്പർ ഫ്രീക്വൻസി കോമ്പോണൻ്റ് ഏതായിരിക്കും? എഫ് സി പ്ലസ് എഫ് എം ആണ് അപ്പർ ഫ്രീക്വൻസി കോമ്പോണൻറ്റ്. ഇനി ലോവർ, ഇത് നമ്മളെ കാരിയർ, ഈ നടുക്കുള്ളത് നമ്മളെ കാരിയർ ആണ്, അതാണ് നമ്മൾ ഒമേഗ സി അല്ലെങ്കിൽ എഫ് സി എന്നിട്ട് ഡിനോട്ട് ചെയ്യാം. ഈ അതിൻ്റെ റൈറ്റ് സൈഡിലുള്ളതാണ് നമ്മുടെ അപ്പർ സൈഡ് ബാൻഡ്, ലെഫ്റ്റ് സൈഡിലുള്ളതാണ് നമ്മുടെ ലോവർ സൈഡ് ബാൻഡ്. സോ ഈ ഇതിൻ്റെ അപ്പുറം മോഡുലേറ്റിംഗ് സിഗ്നലിൻ്റെ ഫ്രീക്വൻസി കൂടി കൂട്ടിയിട്ടാണ് നമുക്ക് ഈ അപ്പർ സൈഡ് ബാൻഡ് കിട്ടുന്നത്. ഇതിൻ്റെ അകത്തുനിന്ന് മോഡുലേറ്റിംഗ് സിഗ്നലിൻ്റെ ഫ്രീക്വൻസി കുറച്ചിട്ടാണ് നമുക്ക് ലോവർ സൈഡ് ബാൻഡ് കിട്ടുന്നത്. സോ എഫ് സി കാരിയറിൻ്റെ അപ്പുറം മോഡുലേറ്റിംഗും കൂടി കൂട്ടിയാൽ നമുക്ക് എഫ് യു എസ് ബി കിട്ടും. അതേപോലെ തന്നെ എഫ് എൽ എസ് ബി കിട്ടാൻ ഈ കാരിയർ ഫ്രീക്വൻസിൻ്റെ അകത്തുനിന്ന് വി ഹാവ് ടു സെപ്പറേറ്റ് മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി. സോ എഫ് സിയും എഫ് എം ഇവിടെ തന്നിട്ടുണ്ട്. എഫ് സി എത്രയാണ്? എഫ് സി 100 ആണ്. എഫ് എം എത്രയാ? എഫ് എം 1 ആണ്. അപ്പം 100 കിലോ ഹേർട്സ് പ്ലസ് 1 കിലോ ഹേർട്സ്, അത് എഫ് യു എസ് ബി കണ്ടുപിടിക്കുന്നത്. സോ 100 കിലോ ഹേർട്സ് പ്ലസ് 1 കിലോ ഹേർട്സ് 101 കിലോ ഹേർട്സ് ആണ് എഫ് യു എസ് ബി. ഇനി എഫ് എൽ എസ് ബിയോ? 100 കിലോ ഹേർട്സ് മൈനസ് 1 കിലോ ഹേർട്സ്, 99 കിലോ ഹേർട്സ് ആണ് നമ്മളെ എഫ് എൽ എസ് ബി എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഈ 400 വാട്ട്, അപ്പം 1 മെഗാ ഹേർട്സ് കാരിയർ. അപ്പം നമുക്കറിയാം 400 വാട്ട്സ് എന്ന് പറയുന്ന പവറാണ്. സോ കാരിയറിൻ്റെ പവർ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ കാരിയറിൻ്റെ പവർ 400 വാട്ടാണെന്ന് കിട്ടി. ആൻഡ് 1 മെഗാ ഹേർട്സ് ആണ്. അപ്പം അവൻ്റെ ഫ്രീക്വൻസി, കാരിയറിൻ്റെ ഫ്രീക്വൻസി 1 മെഗാ ഹേർട്സ് എന്ന് കിട്ടി. ഇറ്റ് ഈസ് മോഡുലേറ്റഡ് വിത്ത് സൈനസോയിഡൽ സിഗ്നൽ ഓഫ് 2500 ഹേർട്സ് ആണ്. അപ്പം അതിൻ്റെ ഫ്രീക്വൻസി കിട്ടി, അതായത് മോഡുലേറ്റിംഗ് സിഗ്നലിൻ്റെ ഫ്രീക്വൻസി കിട്ടി. ദാറ്റ് ഈസ് 2.5 കിലോ ഹേർട്സ് നമുക്ക് എഴുതാം. അതിൻ്റെ ഡെപ്ത് ഓഫ് മോഡുലേഷൻ എന്ന് പറയുന്നത് 75% ആണ്. സോ വി ക്യാൻ റൈറ്റ് 0.75 എന്ന് എഴുതാം. ആൻഡ് കാൽക്കുലേറ്റ് ദ സൈഡ് ബാൻഡ് ഫ്രീക്വൻസീസ് ആണ് ബാൻഡ് വിഡ്ത്ത് ആൻഡ് പവർ ഇൻ സൈഡ് ബാൻഡ്സ് ആൻഡ് ദ ടോട്ടൽ പവർ ഇൻ മോഡുലേറ്റഡ് വേ. ടോട്ടൽ പവറും കാണണം. അപ്പം നമ്മൾ സൈഡ് ബാൻഡ് ഫ്രീക്വൻസീസ് കാണണം. സൈഡ് ബാൻഡ് ഫ്രീക്വൻസീസ് കാണാൻ എളുപ്പമല്ലേ, കാരണം എഫ് സി ഉണ്ട്, എഫ് എം ഉണ്ട്. സോ എഫ് യു എസ് ബി എന്ന് പറയുന്നത്
നിങ്ങൾ ഒറ്റക്ക് ചെയ്യണേ. ഇതൊക്കെ ബാക്കി ഇപ്പം കഴിഞ്ഞ പോയ പ്രോബ്ലംസിലൊക്കെ ഒരു ക്ലബായിട്ട് വരുന്ന പ്രോബ്ലം ആണ്. ഫസ്റ്റ് കാണാൻ പറഞ്ഞത് സൈഡ് ബാൻഡ് ഫ്രീക്വൻസീസ് ആണ്. സൈഡ് ബാൻഡ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ അപ്പർ സൈഡ് ബാൻഡ് ഫ്രീക്വൻസിയും ലോവർ സൈഡ് ബാൻഡ് ഫ്രീക്വൻസിയും. സോ ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എഫ് സി പ്ലസ് എഫ് എമ്മും എഫ് സി മൈനസ് എഫ് എമ്മും ആണ് വരുന്നത്. ബാൻഡ് വിഡ്ത്ത് എങ്ങനെയാണ്? ഇതിൽ ആകെ ഡിഫറൻസ് വരുന്നത് ബാൻഡ് വിഡ്ത്ത് കണ്ടുപിടിക്കാനാണ്. ഒരു എ എമ്മിൻ്റെ കേസിൽ ബാൻഡ് വിഡ്ത്ത് എത്രയാ? ആരെങ്കിലും ഒന്ന് നോട്ട് നോക്കിയിട്ട് പറഞ്ഞേ, എ എമ്മിൻ്റെ കേസിൽ ബാൻഡ് വിഡ്ത്ത് എത്രയാ പറഞ്ഞേ? എ എമ്മിൻ്റെ കേസിൽ ബാൻഡ് വിഡ്ത്ത് എത്രയാ? പറ, വേഗം പെട്ടെന്ന് പറ, പെട്ടെന്ന് പറ. 2FM. സോ എ എമ്മിൻ്റെ കേസിൽ ബാൻഡ് വിഡ്ത്ത് 2FM ആണ്. നമുക്കറിയാൻ ഇവിടെ എഫ് എം തന്നിട്ടില്ലേ? എഫ് എം ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. ഇതാണ് എഫ് എം. സോ ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 2 × 2.5 kHz. 2.5 kHz. നമുക്കതൊരു 5 kHz ആണ് നമ്മളെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. പിന്നെ റെസ്റ്റ് നമ്മളിപ്പോൾ കാണേണ്ടത് പവർ ഇൻ സൈഡ് ബാൻഡ്സ്. പവർ ഇൻ സൈഡ് ബാൻഡ്സ് ആണ്. അതായത് PUSBയിലും PLSBയിലുള്ള പവർ കാണണം. സോ അതിൻ്റെ ഇക്വേഷനാണ് m²/4 × PC എന്ന് പറയുന്നത്. സോ ആദ്യം നമ്മൾ കാരിയറിൻ്റെ പവർ കാണണം. എന്തായാലും മാത്രമേ നമുക്ക് അപ്പർ സൈഡ് ബാൻഡ് ലോവർ സൈഡ് ബാൻഡിൻ്റെ പവർ കാണാൻ പറ്റൂ. സോ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഈ ഇക്വേഷനിൽ ചോദിച്ചിട്ടില്ലെങ്കിലും നമ്മൾ കാരിയറിൻ്റെ പവർ കാണും. ദറ്റ് ഈസ് കാൽക്കുലേറ്റ് ദ സൈഡ് ബാൻഡ് ഫ്രീക്വൻസി, ബാൻഡ് വിഡ്ത്ത് ആൻഡ് പവർ ഇൻ സൈഡ് ബാൻഡ്സ് ആണ്. പവർ ഇൻ സൈഡ് ബാൻഡ്സേ ചോദിച്ചിട്ടുള്ളൂ ക്വസ്റ്റ്യനിൽ. പക്ഷേ കാരിയറിൻ്റെ പവർ കണ്ടാൽ മാത്രമേ നമുക്കിവിടെ സൈഡ് ബാൻഡ്സിൻ്റെ പവർ കാണാൻ പറ്റത്തുള്ളൂ. സോ കാരിയറിൻ്റെ പവർ എങ്ങനെയാണ് കാണാം? കാരിയറിൻ്റെ പവർ പി ടോട്ടലിൻ്റെ ഇക്വേഷൻ വെച്ചിട്ട് കണ്ടൂടെ? കാരിയറിൻ്റെ പവർ ഇവിടെ തന്നിട്ടുണ്ട്, 400 തന്നിട്ടുണ്ട്. സോ ഇവിടെ കാരിയറിൻ്റെ പവർ നമുക്ക് 400 ക്വസ്റ്റ്യൻ തന്നുകൊണ്ട് തന്നെ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇനി നെക്സ്റ്റ് പിന്നെ കാണാൻ പറ്റുള്ളതാണ് ടോട്ടൽ പവർ ഇൻ മോഡുലേറ്റഡ് വേവ്. അതാണ് നമ്മളെ പി ടിൻ്റെ ഇക്വേഷൻ വെച്ച്. പി ടി എന്ന് പറഞ്ഞാൽ 1 + m²/2 × PC. സോ PC ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പവർ ട്രാൻസ്മിറ്റഡ് ഈ ഇക്വേഷൻ വെച്ച് നമുക്ക് കാണാം. മോഡുലേഷൻ ഇൻഡെക്സ് 60%, 70% എന്നെല്ലാം പറയുമ്പോൾ അത് നമ്മൾ പോയിന്റ് വാല്യൂലേക്ക് കൺവേർട്ട് ചെയ്യാം. പിന്നെ 100% എന്ന് പറയുമ്പോൾ അത് 1 ആണ്. 100% എന്ന് പറയുമ്പോൾ എമ്മിൻ്റെ വാല്യൂ 1 ആണെന്നുള്ളതാണ് എസ്യൂം ചെയ്യേണ്ടത്. സോ ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇറ്റ് ഇസ് an audio frequency signal. അതായത് m(t) എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുള്ള 10 sin 2π × 500t ആണ്. ഇതാണ് നമ്മുടെ മെസ്സേജ് സിഗ്നൽ. ഈസ് യൂസ്ഡ് ടു an amplitude modulated carrier. അപ്പോൾ C(t) എന്ന് പറയുന്നത് കാരിയർ എന്ന് പറഞ്ഞാൽ 500 sin 2π × 10⁵t ആണ്. ഇതിലൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ വെച്ചാൽ ഫ്രീക്വൻസി ഓഫ് സൈഡ് ബാൻഡ് ഫ്രീക്വൻസി കാണണം. അതേപോലെ തന്നെ ബാൻഡ് വിഡ്ത്ത് എത്രയാണെന്ന് കാണണം. അതേപോലെ തന്നെ മോഡുലേഷൻ ഇൻഡെക്സ് കാണണം. പിന്നെ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഈച്ച് സൈഡ് ബാൻഡിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കാണണം. പിന്നെ അതേപോലെ തന്നെ ട്രാൻസ്മിഷൻ എഫിഷ്യൻസി കാണണം. പിന്നെ ടോട്ടൽ പവർ ഡെലിവേർഡും കൂടി കാണണം. സോ ഇതൊരു ലെങ്തി പ്രോബ്ലം ആണ്. സോ ഈ ഒരു ഡാറ്റ മാത്രമേ നിങ്ങൾക്ക് തന്നിട്ടുള്ളൂ. ഈ ഒരു m(t)യും C(t) മാത്രമേ തന്നിട്ടുള്ളൂ. സോ നമുക്ക് തന്നതിനെ വെച്ചിട്ട് നമുക്ക് എഴുതാം. ഈ കാണിക്കുന്ന 10 എന്താണ്? 10 എന്ന് പറഞ്ഞാൽ EM അല്ലെങ്കിൽ AM അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ആണ്. മെസ്സേജ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ആണ് ഈ 10 എന്ന് പറയുന്നത്. അതേപോലെ ഇതിൻ്റെ ഫ്രീക്വൻസി എത്രയാണ്? FM2. ഇങ്ങനെയല്ലേ ഈ ഫോമിലല്ലേ ഉള്ളത്? 2π FM(t) എന്നുള്ള ഫോമിലല്ലേ ഇതുള്ളത്. അപ്പം ഫ്രീക്വൻസി എത്രയാ? FM എത്രയാ? FM എന്ന് പറഞ്ഞാൽ 500 ആണ്. അതേപോലെ തന്നെ നമുക്ക് കാരിയറിൻ്റെ എഴുതാം. EC എന്ന് പറയുന്നത് 50 ആണ്. അതായത് ഇവിടെ 50 ആണ്. ഇതിൻ്റെ ഫ്രീക്വൻസി എത്രയാ? 10⁵5 ആണ്. FC എന്ന് പറഞ്ഞാൽ 10⁵5 ആണ്. സോ FC നമുക്ക് 500
10⁵ ആണ്. സോ നമുക്ക് എഫ് സി നമുക്ക് 100 കിലോ ഹെർട്സ് എഴുതാം. 10⁵ 100 കിലോ ഹെർട്സ് എഴുതാം. സോ EC 50, FC 100 കിലോ ഹെർട്സ്, പിന്നെ EM 10ഉം FM 500 നമുക്ക് എഴുതാം. FM 500 നമുക്ക് എഴുതാം, 500 ഹെർട്സ് നമുക്ക് എഴുതാം. എഴുതിക്കൂടെ? സോ നമുക്കിനി നെക്സ്റ്റ് എഫ് സിയും FM കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടാം? നമുക്ക് ഫസ്റ്റ് ഈ പറഞ്ഞ ഫ്രീക്വൻസി ഓഫ് സൈഡ് ബാൻഡ്സ് കിട്ടാം. അപ്പം FUSBയും FLSB എന്തായിരിക്കും? ഈ പറഞ്ഞ FC പ്ലസ് FM-ഉം അതേപോലെ തന്നെ FC മൈനസ് FM-ഉം ആണ് FUSBയും FLSB ഉള്ളത്. അപ്പം സൈഡ് ബാൻഡ്സ് ആയി, ഫ്രീക്വൻസി ഓഫ് സൈഡ് ബാൻഡ്സ് ആയി. പിന്നെ ബാൻഡ് വിഡ്ത്ത് ആണ്. ബാൻഡ് വിഡ്ത്ത് എങ്ങനെയാണ്? ബാൻഡ് വിഡ്ത്ത് എന്നാൽ 2FM ആണ്. ബാൻഡ് വിഡ്ത്ത് എന്നാൽ 2FM ആണ്. സോ FM നമുക്ക് ഇവിടുന്ന് ഒബ്റ്റെയിൻ ചെയ്തു. FM എത്രയാ? 500 ഹെർട്സ് ആണ്. സോ ബാൻഡ് വിഡ്ത്തും അങ്ങനെ കാണാം. പിന്നെയുള്ളതാണ് മോഡുലേഷൻ ഇൻഡെക്സ്. മോഡുലേഷൻ ഇൻഡെക്സ് എങ്ങനെ കാണുക? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ, എങ്ങനെയാ കാണുക? ആരെങ്കിലും ഒരാൾ പറഞ്ഞു, എന്നിട്ടേ നിർത്തുന്നുള്ളൂ. അറിയുന്നവർ പെട്ടെന്ന് പറഞ്ഞോ. സമയം കളയേണ്ട, അറിയുന്നവർ പെട്ടെന്ന് പറഞ്ഞു. എല്ലാവരും ഇമ്പോസിഷൻ എഴുതണം, അതുകൊണ്ടാണ് പറഞ്ഞത്. മോഡുലേഷൻ ഇൻഡെക്സ് എങ്ങനെയാ കാണുക? ഫസ്റ്റ് പ്രോബ്ലം ചെയ്തത് ഓർമ്മയില്ലേ? ആ പറ, ഫസ്റ്റ് പ്രോബ്ലത്തിൽ എങ്ങനെ ചെയ്തേ? AM/AC, അതായത് ഇവിടെ EM/EC എന്ന് പറയാം. അപ്പൊ അങ്ങനെ മോഡുലേഷൻ ഇൻഡെക്സ് കാണാം. ഇനി ആംപ്ലിറ്റ്യൂഡ് ഓഫ് സൈഡ് ബാൻഡ്സ്. സൈഡ് ബാൻഡ്സിന്റെ ആംപ്ലിറ്റ്യൂഡ് എങ്ങനെയാണ് കാണാം? സൈഡ് ബാൻഡ്സിന്റെ ആംപ്ലിറ്റ്യൂഡിന്റെ ഇക്വേഷൻ ആണ് M ഇൻറ്റു, ഇപ്പം കാരിയർ ആണെങ്കിൽ M/EC/2 എന്ന് എഴുതാം. ഇതായത് ഫ്രീക്വൻസി സ്പെക്ട്രം നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി. M/AC/2 ആണ് കാരിയറിന്റെ ആംപ്ലിറ്റ്യൂഡ്. ഇപ്പം ഇങ്ങനെയാണെങ്കിൽ സൈഡ് ബാൻഡ്സിന്റെ ആംപ്ലിറ്റ്യൂഡ്. ഇവിടെ AC/2 ആണെങ്കിൽ ഇവിടെ M/AC/2 ആണ് ഈ സൈഡ് ബാൻഡ്സിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. സോ AC നമുക്കറിയാം, M ഇപ്പം നമ്മളിപ്പോൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. സോ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ സൈഡ് ബാൻഡ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. സൈഡ് ബാൻഡ്സിന്റെ ആംപ്ലിറ്റ്യൂഡ് കാണേണ്ട ഫോർമുലയാണ്. ഇതിപ്പോൾ നമ്മൾ കാരിയർ ആണെങ്കിൽ AC/2 ആണ് കാരിയർ, M/AC/2 ആണ് സൈഡ് ബാൻഡ്സിന്റെ ആംപ്ലിറ്റ്യൂഡ് വരുന്നത്. ആസ് ഫ്രീക്വൻസി സ്പെക്ട്രം എടുത്ത് ജസ്റ്റ് നോക്കാം. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ നെക്സ്റ്റ് കാണണ്ടേ? ട്രാൻസ്മിഷൻ എഫിഷ്യൻസി കാണണ്ടേ? ട്രാൻസ്മിഷൻ എഫിഷ്യൻസിന്റെ ഇക്വേഷനും അതിലുണ്ട്. ദാറ്റ് ഇസ് M²/2 + M² ആണ് ട്രാൻസ്മിഷൻ എഫിഷ്യൻസി ഈറ്റ പറയുന്നത്. ട്രാൻസ്മിഷൻ എഫിഷ്യൻസി ഈറ്റ പറയുന്നത് M²/2 + M². നിങ്ങൾക്ക് എമ്മിന് പകരം മ്യൂ ആയിരിക്കും. നമുക്ക് മോഡുലേഷൻ ഇൻഡെക്സിന് എന്ത് വെച്ച് ഡിനോട്ട് ചെയ്യാം? ദാറ്റ് ഇസ് മ്യൂ വെച്ച് ഡിനോട്ട് ചെയ്താൽ, M വെച്ച് ഡിനോട്ട് ചെയ്താൽ എല്ലാം കറക്റ്റാണ്. സോ മ്യൂ വെച്ചിട്ടാണ് നോട്ട് തന്നിട്ടുള്ളതെങ്കിൽ μ²/2 + μ² ആണ് ട്രാൻസ്മിഷൻ എഫിഷ്യൻസി എന്ന് പറയുന്നത്. സോ ട്രാൻസ്മിഷൻ എഫിഷ്യൻസി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കണ്ടതാണ് ടോട്ടൽ ട്രാൻസ്മിറ്റഡ് പവർ. അത് നമ്മൾ ഇത്ര നേരം ചെയ്തുകൊണ്ടിരുന്നതാണ്. ടോട്ടൽ ട്രാൻസ്മിറ്റഡ് പവർ PT എന്ന് പറയുന്നത് 1 + M²/2 × PC ആണ്. അതിൽ കാരിയറിന്റെ പവർ എങ്ങനെയാണ്? കാരിയറിന്റെ പവർ നമ്മൾ കണ്ടില്ല. ആംപ്ലിറ്റ്യൂഡിന്റെ സ്ക്വയർ /2R ആണ് കാരിയറിന്റെ പവർ. ഇതൊക്കെ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. ആംപ്ലിറ്റ്യൂഡിന്റെ സ്ക്വയർ /2R ആണ്. ആറിന്റെ വാല്യൂ 1 ആയിട്ട് എടുക്കുക. സോ എത്ര വരിക? ഇവിടെ ഇപ്പൊ ഈ ക്വസ്റ്റ്യനിൽ ആറിന്റെ വാല്യൂ, ഇപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞ ടോട്ടൽ ട്രാൻസ്മിറ്റഡ് പവർ ഡെലിവേർഡ് ടു എ ലോഡ് ഓഫ് 600 ഓം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പം ലോഡൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ, അതായത് റെസിസ്റ്റർ വാല്യൂ പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ആറിന്റെ വാല്യൂ 1 ആയിട്ട് എടുക്കാം. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളിപ്പം ചോദിച്ചിട്ടുണ്ട് ലോഡ് ഓഫ് 600 ഓം എന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. സോ ആ ലോഡ് പറയുന്നതുകൊണ്ട് തന്നെ അവിടെ 600 നമ്മൾ എടുക്കണം. അതായത് ഈ PCന്റെ കേസിൽ നമ്മൾ എന്ത് എടുക്കണം? 600 എടുക്കണം. ആറിന്റെ വാല്യൂ 600 എടുക്കണം. PC എങ്ങനെ കാണുന്നത് ജസ്റ്റ് നിങ്ങൾ മുന്നത്തെ നോട്ട് റെഫർ ചെയ്യുക. AC², അതായത് കാരിയറിന്റെ ആംപ്ലിറ്റ്യൂഡിന്റെ സ്ക്വയർ /2R ആണ് കാരിയർ പവർ PC കാണുന്നത്. സോ
പി സി ഇങ്ങനെ കാണാൻ ആംപ്ലിറ്റ്യൂഡിൻ്റെ സ്ക്വയർ ഡിവൈഡ് ബൈ 2R ആണ്. ആറിൻ്റെ വാല്യൂ സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് 1 ohm ആയിട്ട് എടുക്കാം. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ആറിൻ്റെ വാല്യൂ, ഒരു ലോഡിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 600 ആണ്. 600 ohm തന്നിട്ടുണ്ട്. സോ ആ 600ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് പി സി കാണാം. പി സി കണ്ടതിന് ശേഷം ടോട്ടൽ ട്രാൻസ്മിറ്റഡ് പവർ ഈ ഇക്വേഷൻ വെച്ച് കാണാം. ഈ മേൽപ്പറഞ്ഞ ഇക്വേഷൻ വെച്ചിട്ട് കാണാം. സോ ഇത്രയാണ് എമ്മിൻ്റെ പ്രോബ്ലംസ്.